അദ്ദേഹം വെറുമൊരു ബോക്സർ ആയിരുന്നില്ല, മറിച്ച് ഒരു പ്രതിഭാസമായിരുന്നു. തന്റെ അസാധാരണമായ പ്രതിഭ കൊണ്ടും അതുല്യമായ വ്യക്തിത്വം കൊണ്ടും അചഞ്ചലമായ ചെറുത്തുനിൽപ്പ് കൊണ്ടും ലോകത്തെ മുഴുവൻ ആകർഷിച്ച ഒരു മനുഷ്യൻ. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾ ബോക്സിംഗ് റിങ്ങിന്റെ പ്രകാശവലയത്തിന് കീഴിലായിരുന്നില്ല. അത് പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങളോടും കോടതി മുറിയിലും സ്വന്തം മനസാക്ഷിയോടും വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു. കായിക രംഗത്തെ അതിജീവിച്ച് ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മാനസിക അന്തസ്സിന്റെയും പ്രതീകമായി മാറിയ മുഹമ്മദ് അലിയുടെ കഥയാണിത്. 1942 കാഷ്യസ് മാർസലസ് ക്ലേ ജൂനിയർ എന്ന പേരിലാണ് ഈ ഇതിഹാസം ജനിച്ചത്. ഒരു സാധാരണ സൈക്കിൾ മോഷണം പോയതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. 12 വയസ്സുള്ളപ്പോൾ തന്റെ സൈക്കിൾ മോഷ്ടിക്കപ്പെട്ടതിൽ രോഷാകുലനായ കാഷ്യസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ജോ മാർട്ടിനോട് പരാതി പറഞ്ഞു. അദ്ദേഹം ഒരു ബോക്സിംഗ് പരിശീലകൻ കൂടിയായിരുന്നു. ആളുകളോട് ഏറ്റുമുട്ടാൻ പോകുന്നതിന് മുമ്പ് നീ ബോക്സിംഗ് പഠിക്കണം. മാർട്ടിന്റെ ഈ ഉപദേശമാണ് ഒരു ഇതിഹാസത്തിന്റെ പിറവിക്ക് കാരണമായത്. ക്ലേയുടെ ഉയർച്ച വളരെ വേഗത്തിലായിരുന്നു. വേഗത മാത്രമല്ല, അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകളും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. ലൂയിസ് വില്ലിപ്പ് എന്ന് വിളിപ്പേരുണ്ടായിരുന്ന അദ്ദേഹം തന്റെ വിജയങ്ങൾ പ്രവചിച്ചും സ്വയം പ്രകീർത്തിച്ചും മാനസികമായി എതിരാളികളെ തളർത്തുന്നതിൽ ഒരു വിദഗ്ധനായിരുന്നു. ചിലർ അദ്ദേഹത്തെ അഹങ്കാരിയായി കണ്ടപ്പോൾ മറ്റു ചിലർ ബോക്സിംഗ് ലോകത്തിലെ ഒരു പുതുമയായി അദ്ദേഹത്തെ സ്വീകരിച്ചു. 1964 ലോക ഹെവി വെയ്റ്റ് കിരീടത്തിനായി സോണി ലിസ്റ്റനെതിരെ മത്സരിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ആരും അദ്ദേഹത്തിന് ഒരു സാധ്യതയും കൽപ്പിച്ചില്ല. എന്നാൽ ആ രാത്രിയിൽ അസാധ്യമെന്ന് കരുതിയത് യാഥാർത്ഥ്യമായി. ആ വികൃതിയായ കുട്ടി വിജയിക്കുക മാത്രമല്ല, എതിരാളിയെ നിഷ്പ്രഭമാക്കുകയും ചെയ്തു. അദ്ദേഹം ലോകത്ത് ഞെട്ടിച്ചു. ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയും ചെയ്തു. 1964 സംഭവിച്ചത് ഒരു ബോക്സിംഗ് കിരീടം നേടുക എന്നത് മാത്രമായിരുന്നില്ല. അമേരിക്കയിൽ വലിയ സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത്. സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനം അതിന്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. കറുത്ത വർഗ്ഗക്കാർ തുല്യതക്കും സ്വയം നിർണയാവകാശത്തിനും വേണ്ടി പോരാടുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കാഷ്യസ് ക്ലേ തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച നിർണായകമായ തീരുമാനമെടുത്തത്. കാഷ്യസ് ക്ലേ ഒരു അടിമപ്പേരാണ്. ഞാനത് തിരഞ്ഞെടുത്തതല്ല, എനിക്കത് ആവശ്യമില്ല. ഞാൻ മുഹമ്മദ് അലിയാണ്. 1964 അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും തൻ്റെ പേര് മുഹമ്മദ് അലി എന്നാക്കുകയും ചെയ്തു. ഇത് ബ്ലാക്ക് പവർ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ നീക്കം കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായി. മാധ്യമങ്ങളും പൊതുസമൂഹവും അദ്ദേഹത്തിന്റെ പുതിയ പേര് ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. ക്ലേ എന്ന് തന്നെ വിളിക്കുകയും രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വലിയ പോരാട്ടമായിരുന്നു. സ്വന്തം വ്യക്തിത്വത്തിനും വിശ്വാസത്തിനും സ്വയം നിർവചിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടം. അലിയുടെ അചഞ്ചലമായ സ്വഭാവം ലോകം തിരിച്ചറിഞ്ഞത് 1967 വിയറ്റ്നാം യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥയിൽ US ആർമിയിൽ ചേരാൻ അദ്ദേഹത്തിന് നോട്ടീസ് ലഭിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ വിസമ്മതം ദൃഢവും വ്യക്തവുമായിരുന്നു. തന്റെ മതപരമായ വിശ്വാസങ്ങൾ കാരണം മനസ്സാക്ഷിക്കനുസരിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കാനാവില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അലിയുടെ ചരിത്രപ്രസിദ്ധമായ വിസമ്മതം ഇങ്ങനെയായിരുന്നു: എനിക്ക് ആ വിയറ്റ് കോങ്ങിനോട് ഒരു ശത്രുതയുമില്ല. ഒരു വിയറ്റ് കോങ്ങും എന്നെ നികൃഷ്ടനായവനെന്ന് വിളിച്ചിട്ടില്ല. എന്നാൽ ഈ നിലപാടിന് അലിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഹെവി വെയ്റ്റ് കിരീടം എടുത്തു കളഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലെയും ബോക്സിംഗ് ലൈസൻസ് റദ്ദാക്കി. 5 വർഷം തടവിന് ശിക്ഷിച്ചു. തൻ്റെ കരിയറിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും തൻ്റെ തത്വങ്ങൾക്കായി എല്ലാം ത്യജിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. 3.5 വർഷത്തോളം അദ്ദേഹം ബോക്സിംഗ് റിംഗിൽ നിന്ന് അകന്നു നിന്നു. ഇത് ഒരു പ്രസ്ഥാനത്തിൻ്റെ ശബ്ദമായി അദ്ദേഹത്തെ മാറ്റി. 1970 പൊതുജനാഭിപ്രായം മാറി തുടങ്ങിയപ്പോൾ അലിക്ക് ബോക്സിങ്ങിലേക്ക് തിരിച്ചു വരാൻ അനുമതി ലഭിച്ചു. അദ്ദേഹത്തിന് പ്രായമേറി, വേഗത കുറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം കൂടുതൽ ശക്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ബോക്സിംഗ് ചരിത്രത്തിലെ 2 ഇതിഹാസ പോരാട്ടങ്ങളാൽ അടയാളപ്പെടുത്തി. ആദ്യത്തേത് റംബിൾ ഇൻ ദി ജംഗിൾ, അന്നത്തെ അജയ്യനായ ജോർജ് ഫോർമാനെതിരെ. 32 വയസ്സുകാരനായ അലിക്ക് സാധ്യത വളരെ കുറവായിരുന്നു. എന്നാൽ സയറിലെ കൊടുംചൂടിൽ
റോപ്പേഡോപ്പ് എന്ന തന്ത്രത്തിലൂടെ അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചു. ഫോർമാന്റെ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹത്തെ തളർത്തി. ഒടുവിൽ ശക്തമായ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ അലി വിജയം നേടുകയും ചെയ്തു. അത് ബുദ്ധിക്ക് മുന്നിൽ തകർന്ന കരുത്തിന്റെ വിജയമായിരുന്നു. രണ്ടാമത്തേത് ജോ ഫ്രേസറിനെതിരെ മനിലയിൽ നടന്ന ത്രില്ല ഇൻ മനില പോരാട്ടം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന ജോ ഫ്രേസറുമായുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ഇതിഹാസ പോരാട്ടം. അത് ഇരു ബോക്സർമാരുടെയും മാനസികവും ശാരീരികവുമായ കരുത്തു വെളിവാക്കിയ ഒരു പോരാട്ടമായിരുന്നു. എല്ലാ പരിധികളും ലംഘിച്ച് അലി വിജയിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹം പറഞ്ഞത് മരണത്തോട് ഏറ്റവും അടുത്തുന്ന നിമിഷമായിരുന്നു അതെന്നാണ്. ബോക്സിംഗിൽ നിന്നും വിരമിച്ച ശേഷം അലിയുടെ വേഗതയും ശാരീരികമായ ചടുലതയും പാർക്കിൻസൺസ് രോഗം കാരണം നഷ്ടപ്പെട്ടു. ബോക്സിംഗ് ജീവിതം കാരണമാണ് ഈ രോഗം ബാധിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. രോഗം അദ്ദേഹത്തിന്റെ ശബ്ദം അപഹരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ കീഴടക്കാൻ അതിന് കഴിഞ്ഞില്ല. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ വിറയ്ക്കുന്ന കൈകളോടെ ഒളിമ്പിക് ദീപം തെളിയിച്ചപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തെ അത്ഭുതത്തോടും ആദരവോടും നോക്കി നിന്നു. അത് അങ്ങേയറ്റം പ്രതീകാത്മകമായ ഒരു നിമിഷമായിരുന്നു. ആ പ്രകമ്പനം കൊള്ളുന്ന കൈകളിലൂടെ ഒരു യുവ ഒളിമ്പിക് ചാമ്പ്യൻ വിവേകിയായ ഒരു മഹാനായ മനുഷ്യനായി മാറിയെന്ന് ലോകം തിരിച്ചറിഞ്ഞു. മുഹമ്മദ് അലിയുടെ ജീവിതം ഒരു പാഠമാണ്. യഥാർത്ഥ മഹത്വം വിജയങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് ഒരാളുടെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തിയിലാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നിശബ്ദനാകാൻ വിസമ്മതിച്ച ഒരു ചാമ്പ്യനായിരുന്നു അദ്ദേഹം. യുദ്ധത്തെക്കാൾ സമാധാനം തിരഞ്ഞെടുത്ത ഒരു പോരാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പൈതൃകം ബോക്സിംഗ് റെക്കോർഡുകളിലല്ല, മറിച്ച് ധീരതയുടെയും മനുഷ്യ അന്തസ്സിന്റെയും പ്രതീകമായി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സുകളിലാണ്. അദ്ദേഹം ദ ഗ്രേറ്റസ്റ്റ് ആയിരുന്നു. അത് എന്നും അങ്ങനെയായിരിക്കും.